ഞങ്ങൾ ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാം. ചെറിയൊരു ഷോപ്പിങ്. ഞാനും മോളും അമ്മയും ഉണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിലെ അങ്കട. അവന് ഞങ്ങളുടെ കൂടെ കുറച്ച് സ്ഥലം വരെ വന്നു കേട്ടോ. ഞങ്ങൾ നടന്നാണ് പോകുന്നത്. വൈകുന്നേരം ഒന്ന് നടക്കാമെന്ന് കരുതി. അങ്ങനെ നടന്നു. അമ്മ ഞങ്ങൾക്ക് കുറച്ച് മുന്നേ അങ്ങ് ഫസ്റ്റ് നടന്നു. പിന്നെ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നടന്നിങ്ങനെ പോവാം. മാവേലി സ്റ്റോറിൽ കയറണം. പിന്നെ അമ്മയ്ക്കൊരു ബ്ലൗസിൻ്റെ തുണി എടുക്കണം. അതേ ഉള്ളൂ. നമ്മുടെ അപ്പുറത്തെ റെജിയണ്ണോട് ഞാൻ വഴി വെച്ച് കണ്ട് ഷോപ്പിങ്ങിന് പോവുക, കടയിൽ പോവുക, വരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വരുന്നില്ല, പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടന്ന് പോവാം. അങ്ങനെ അമ്മയും ഞങ്ങൾ മൂന്നോട് ഒരുമിച്ച് നടന്നു പോയി. അമ്മ പോകുന്ന വഴി എല്ലാവരോടും കാര്യമൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ഞങ്ങൾ സാധാരണ ഓട്ടോ വിളിച്ച് പോവാറുണ്ട്. ഇന്ന് നടക്കാമെന്ന് കരുതി. പോകുന്ന വഴി അമ്മയെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത്. അമ്മയുടെ കൂട്ടുകാരെ കണ്ട് കാര്യം പറഞ്ഞ സമയം ഗൗരിയുടെ കുറച്ച് കുസൃതികൾ. ഗൗരി മോൾ അവിടെയൊക്കെ ഓടിക്കളിക്കുക. അവിടെ ഇങ്ങനെ ഒരു ചാല് പോലുണ്ട്. ആ ചാലിൽ പണ്ടൊക്കെ ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ചാലിൽ മീനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ആ ചാലിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് ഗൗരിമോൾ. ഈ ചാല് ഇപ്പം കാടായി. പണ്ട് കാടൊന്നും ഇല്ലായിരുന്നു. അവിടെ വെള്ളമുണ്ട് അടിയിൽ, കണ്ടോ? അവിടെ മീനുണ്ടെന്ന് കരുതി ഗൗരിമോൾ നോക്കി നിൽക്കുക. അങ്ങനെ കുറച്ച് ലോങ്ങാണ് ഞങ്ങളുടെ വീഡിയോ. കാരണം ഇടയ്ക്കാട് ജംഗ്ഷൻ വരെ നടക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ നടന്ന് സ്പീഡിന് പോവുകയാണ്. കട അടയ്ക്കുന്നതിന് മുന്നേ എത്തണ്ടേ. അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് നടക്കുക. അങ്ങനെ അവിടെ ഒരു കൃഷ്ണനമ്പലമുണ്ട്. കൊച്ചു ഗുരുവായൂർ എന്നറിയപ്പെടും. നല്ല ശക്തിയുള്ള അമ്പലമാണ്. അങ്ങനെ നമ്മുടെ മാവേലി സ്റ്റോറിൽ നമ്മൾ എത്തി. മാവേലി സ്റ്റോറിലെത്തി. അമ്മ സാധനങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് സബ്സിഡി ഉള്ളതൊക്കെ തിരക്കുന്നുണ്ട്. അങ്ങനെ ചേച്ചിയോട് കുശലമൊക്കെ പറഞ്ഞ് സാധനമൊക്കെ വാങ്ങി. കുറച്ച് അരിയും സോപ്പും പേസ്റ്റും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി കേട്ടോ. ചേച്ചി അരി എടുക്കുവാണ്. അമ്മ എന്തൊക്കെയോ അവരോട് കുശലം പറയുന്നു. അങ്ങനെ ഞങ്ങളവിടെ തിരിച്ചൊരു ഗിഫ്റ്റോ കളക്ഷൻ എന്ന് പറയുന്നൊരു കടയാണ്. അവിടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സിൻ്റെയൊക്കെ കളക്ഷൻസൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ ബ്ലൗസ് പീസ് വാങ്ങിക്കാനായിട്ടാണ് കയറിയത്. അമ്മയ്ക്കൊരു പുതിയ മീഷോയിൽ നിന്ന് പുതിയതായിട്ടൊരു ഓർഡർ ചെയ്തൊരു സാരി വാങ്ങിയപ്പോൾ അതിന് നല്ലൊരു ബ്ലൗസ് പീസ് വാങ്ങിക്കാനായിട്ട് അവിടെ കയറിയതാണ്. ഞങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാവുന്ന കടയാണ്. അവിടെ ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. പുറത്ത് പോയി വാങ്ങിക്കും, പിന്നെ ഇവിടെ നിന്നും വാങ്ങിക്കും. അമ്മ അവിടെ മാലയും ഒക്കെയുള്ള സെക്ഷനിലോട്ട് നോക്കുകയാണ്. ഗൗരിമോൾക്ക് വാങ്ങിക്കാൻ പറ്റിയ മാല.
അത് ഇഷ്ടപ്പെട്ട് നോക്കി വെച്ചേക്കുക. പിന്നെ വാങ്ങിക്കാമെന്ന് കരുതി. ഗൗരിമോൾ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. അമ്മയ്ക്കൊരു ബ്ലാക്ക് ബ്ലൗസ് പീസ് എടുക്കാനായിട്ടാണ് ഞങ്ങൾ എത്തിയത്. അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട തുണിയെടുത്ത്, അതെനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല തുണിയായിരുന്നു. അത് ഞാൻ ഇടയ്ക്കൂടെ ഗൗരിമോൾക്ക് ഓരോന്ന് വേണമെന്ന് പറഞ്ഞ്, സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞ് എന്നെ ചട്ടം കെട്ടി കൊണ്ടുവന്നതാണ്. അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ എന്നോട് പറയുക, അവരുടെ ചോയ്സ് പറയുക. ഇരിക്കുന്ന മിഠായി വേണമെന്ന് പറയാം. ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ. മോള് അത് കഴിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്നോട്. ഞാൻ വാങ്ങിക്കൊടുത്തിട്ടില്ല. ഇനി ആരെങ്കിലും റിലേറ്റീവ്സ് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതിന് 10 രൂപയുള്ളായിരുന്നു. അത് വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ആ ഒരു മുട്ടായിൽ ഒതുക്കി ഞാനിങ്ങനെ സമാധാനിച്ച് നിൽക്കുകയാണ്. വലിയതായിട്ടൊന്നും വേണമെന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ അമ്മയുടെ ബ്ലൗസ് പീസ് കട്ട് ചെയ്തു. ഗൗരിമോൾ ആ മുട്ടായി എടുത്ത് കഴിക്കാൻ പോകുന്നു. എനിക്കും തന്നു കേട്ടോ. എനിക്കും ശകലം തന്ന്. ഒരു വല്ലാത്ത ടേസ്റ്റായിരുന്നു. എനിക്ക് ആ മുട്ടായി അത്ര ഇഷ്ടപ്പെട്ടില്ല. മോക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല, ബാക്കി കളഞ്ഞു ചെയ്തു. എന്നിട്ട് അവിടെ കലണ്ടർ ഉണ്ടല്ലോ, അവിടുത്തെ കലണ്ടർ വിൽക്കാൻ വെച്ച കലണ്ടർ, അതിനകത്ത് നാളെ നോക്കും അമ്മ. ആ ചേച്ചി എല്ലാം നല്ലതുപോലെ വരുമെന്നൊക്കെ പറയുക. നാളെ വെച്ചിട്ട് എങ്ങനെയുണ്ട് സമയം എന്ന് പറയുക. അങ്ങനെ ഞങ്ങൾ തുണിയൊക്കെ വാങ്ങി ഇറങ്ങാൻ പോന്നു. അങ്ങനെ വേറൊരു മുട്ടായിയും ഗൗരിമോൾ പറഞ്ഞു, ഞാനത് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും എൻ്റെ മോള് പറഞ്ഞില്ല. എൻ്റെ ഗൗരിമോൾ 2 മിഠായിൽ ഒതുക്കി ഞങ്ങൾ ഓട്ടോയിൽ കയറി. അപ്പം സപ്ലൈക്കോയിൽ ഇരിക്കുകയാണ് നമ്മൾ ആദ്യം വാങ്ങിയ സാധനം, അതെടുക്കണ്ടേ. അങ്ങനെ ഓട്ടോയിൽ ഞങ്ങൾ ഈ കടയിൽ നിന്ന് ആ കടയിലേക്ക് പോയി ഞങ്ങളുടെ സാധനങ്ങൾ എടുക്കാൻ പോവാണ്. അങ്ങനെ ആ കടയിലെത്തി. ഞങ്ങൾ സാധനം എടുത്തു. പാവം അമ്മയാട്ടോ എടുത്തേ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. പോകുന്ന വഴി ഗൗരിമോടെ ഓരോ കോമഡികളും ഉണ്ട്. ഞങ്ങളത് കേട്ട് ചിരിച്ച് വരുമായിരുന്നു. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. ലോങ് വീഡിയോ ആയതുകൊണ്ട് കുറേയൊക്കെ ഞാൻ സ്പീഡാക്കി കേട്ടോ. അപ്പോൾ ചാക്ക് അമ്മ എടുക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞു എടുക്കണ്ട, ഞാൻ എടുത്തോളാന്ന്. അമ്മയല്ലേ എടുത്തേ. അങ്ങനെ ഓട്ടോക്കാരന് ക്യാഷും കൊടുത്ത് ഞാൻ ചാക്കെടുത്തു. ചാക്കിൽ അരിയും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അതും എടുത്ത് തോളെ വെച്ച് ഞാൻ വീട്ടിലേക്ക് നടന്നു. ചെറിയ വെയിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വീട്ടിലേക്ക് സാധനമൊക്കെ വാങ്ങി ഞാനും മോളും അമ്മയും കൂടെ ഹാപ്പിയായിട്ട് തിരികെ വന്നു.
ഒരു ലോങ് വീഡിയോ ആയിപ്പോയി.